വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെയാണ് ഇഞ്ചി കർഷകനായ മുസ്ലിം ലീഗിലെ എടുക്കാച്ചരക്കിന്റെ പ്രതികരണങ്ങളെല്ലാം. അതുമല്ലെങ്കിൽ വാ പോയ കോടാലി എന്നും പറയാം. സ്വന്തം സംഘടനയിൽ പോലും ഒരു വിലയുമില്ലെങ്കിലും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ബഹുമിടുക്കനാണ്. CPM-നെതിരെ 4 ബള്ള് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഹീറോ ആകുമെന്നതും ഈ വിദ്വാനുള്ള പ്ലസ് പോയിന്റാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ചതാണ് വാ പോയ കോടാലിയുടെ പുതിയ കോടാലി. എന്തും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല. മുസ്ലിം ലീഗ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടി മതരാഷ്ട്രവാദക്കാരായ ജമാഅത്തെ ഇസ്ലാമിയുമായും തീവ്രവാദ സംഘടനയായ SDP-യുമായും സഖ്യത്തിലാകുന്നു. ഇതിനെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിയുടെ നേതാവിനെതിരെയും വിമർശിക്കേണ്ടി വരും. ഇവിടെ ആ നേതാവ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളാണ്. അങ്ങനെ വിമർശിക്കുമ്പോൾ സാമുദായിക ആചാര്യൻ വിമർശിക്കുന്നേ എന്ന നിലവിളിയാണ് ഇഞ്ചി കർഷകനും ഉയർത്തുന്നത്. തങ്ങളെ വിമർശിച്ചതിന് മുഖ്യമന്ത്രിയുടെ ട്രൗസർ ഊരുമെന്നൊക്കെയാണ് ഇഞ്ചി കർഷകൻ പുലമ്പുന്നത്. ഇത്തരം അസഭ്യ പ്രകടനം ടിയാന്റെ ആദ്യത്തെ സംഭവമല്ല. പല ഘട്ടങ്ങളിലും ഇതാണ് രീതി. നേരത്തെ MLA ആയിരുന്നു. അപ്പോൾ സഭയ്ക്കകത്തും ഇത്തരം അസഭ്യ പ്രകടനങ്ങൾ അരങ്ങേറി. ഇങ്ങനെയെല്ലാം ഉള്ള കോപ്രായങ്ങൾക്കിടയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനും പേര് കേട്ട മാന്യ അദ്ദേഹമാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത്, കൊട്ടാര സദൃശ്യമായ വീടുകൾ തുടങ്ങി പലതും വഴിവിട്ട് സമ്പാദിച്ചപ്പോൾ അന്വേഷണ ഏജൻസികൾ കൈയോടെ പിടികൂടി. അപ്പോൾ പറഞ്ഞത് ഈ കോടികളെല്ലാം കുടകിൽ ഇഞ്ചി കൃഷിയിലൂടെ സമ്പാദിച്ചതാണ് എന്നാണ്. നാടെങ്ങും ഇഞ്ചി കർഷകർ വൻ നഷ്ടത്തിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് അതേ കൃഷിയിൽ നിന്നും കോടികൾ കൊയ്തുവെന്ന് അവകാശപ്പെട്ടത്. അങ്ങനെയാണ് ഇഞ്ചി കർഷകൻ എന്ന പേര് ലഭിച്ചത്. സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന സ്കൂളിൽ പുതിയ +2 ബാച്ച് അനുവദിക്കുന്നതിന് സ്വന്തം ഭരണത്തിൽ സ്വന്തം പാർട്ടിക്കാരിൽ നിന്നും കോഴ വാങ്ങിയ കഥയിലെ നായകനാണ്. വീട്ടിലെ കക്കൂസിൽ നിന്ന് വരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ലക്ഷങ്ങൾ പിടികൂടിയത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്വന്തം അടിവസ്ത്രം ഊരി കുപ്രസിദ്ധി നേടുകയും അതിൻ്റെ മറവിലും ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന നിലയിൽ വേഷം കെട്ടുകയും ചെയ്യുന്ന വിദ്വാനെ സ്വന്തം പാർട്ടിക്കാർ നേരത്തെ കൈയൊഴിഞ്ഞതാണ്. എന്തായാലും വേണ്ടില്ല, ട്രൗസർ ഊരിയായാലും പബ്ലിസിറ്റി കിട്ടണം. അതും വഴി സ്ഥാനമാനങ്ങളും പണവും കിട്ടണം.